நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ തിരുക്കോത്തുമ്പിയിലെ അടുത്ത ചില പാട്ടുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. രോഗവും വാർദ്ധക്യവുമാർന്ന് ഞാൻ നടക്കുവാനാകാത്ത കന്നുപോലെ നിന്നെ അറിഞ്ഞിടാത്തോൻ തായ് പോലെ ഇങ്ങ് വന്നിട്ട് എന്നെയും കൈക്കൊണ്ടോനാം കാരുണ്യനിധിയുടെ ചാരെ ചെന്ന് പാടുവണ്ടേ. അല്ലയോ വണ്ടേ, അല്ലയോ ശ്രേഷ്ഠനായ വണ്ടേ, നീ കാരുണ്യനിധിയായ ശിവന്റെ അരികത്ത് ചെന്ന് പാടുവോ. എന്താണ് പാടേണ്ടത്? രോഗവും വാർദ്ധക്യവുമാർന്ന് ഞാൻ നടക്കുവാനാകാത്ത കന്നുപോലെ നിന്നെ അറിഞ്ഞിടാത്തോൻ. നിന്നെ എനിക്ക് ഒരിക്കലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനു മുമ്പ്. എന്താ കാരണം? രോഗവും വാർദ്ധക്യവും മാർന്ന് ഞാൻ നടക്കുവാനാകാത്ത കന്നുപോലെ, നടക്കുവാനാകാത്ത ഒരു മൃഗം പോലെ ജീവിക്കുകയായിരുന്നു. രോഗം കൊണ്ടും വാർദ്ധക്യം കൊണ്ടും ഞാൻ കഷ്ടപ്പെട്ട് നടക്കുവാൻ പോലും പറ്റാതെ ഒരു മൃഗത്തെ പോലെ കഴിയുകയായിരുന്ന എന്നെ, അല്ലയോ മഹാഭാഗൻ, അങ്ങ് എന്നെ പല്ലക്കിലേറ്റ് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. എന്തൊരു കാരുണ്യ വായ്പാണ് അങ്ങ് എന്നോട് കാണിച്ചത്. രോഗവും വാർദ്ധക്യവും മൂലം എനിക്ക് അങ്ങയുടെ അരികത്ത് വരാൻ പോലും, അങ്ങയെ സ്മരിക്കാൻ പോലും കഴിയാതെ ഒരു മൃഗത്തെ പോലെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. ആ മൃഗതുല്യമായ ജീവിതം നയിച്ച എന്നെ, അല്ലയോ ഭഗവാൻ, അങ്ങ് ആൾക്കൊള്ളുകയും എന്നെ അങ്ങയുടെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തുകയും അങ്ങയുടെ പല്ലക്കിൽ പിടിച്ചിരുത്തുകയും ചെയ്ത അത്ഭുതകരമായ സ്നേഹവായ്പിൻ്റെ മുമ്പിൽ ഞാൻ അങ്ങയുടെ അടിമയായി എക്കാലവും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ അടിമകളിൽ വച്ചടിമയാണ്, ദാസന്മാരിൽ വച്ച് ദാസനാണ്. എന്നെ സ്വീകരിച്ചാലും കരുണയോടെ എന്നെ കൈക്കൊണ്ടുവന്ന് വളരെയേറെ കാരുണ്യത്തോടെയാണ് അങ്ങനെ സ്വീകരിച്ചത്. അരയന്ന പാവക്കൂട്ടമേവും അഴകുറ്റതാം തില്ലൈ അമ്പലം വാണിടുന്നോൻ പൊന്നൊത്ത കഴലുകളിൽ നിന്ന് ചേർന്ന് നീ പാടുക പരിവണ്ടേ. നോക്കൂ, അരയന്ന പറവക്കൂട്ടം മേവും അഴകുറ്റതാം തില്ലൈ അമ്പലം. തില്ലയിലെ ആ ചിദംബര ക്ഷേത്രത്തിൽ അനേകം അരയന്നങ്ങൾ അവിടെ പാറി നടക്കുന്നു. അപ്പോൾ തില്ലൈ അമ്പലത്തിൽ നിറയെ അരയന്നങ്ങളാണ്, ദേവതകളാകുന്ന അരയന്നങ്ങൾ അവിടെ നിന്നെ സ്തുതിച്ചുകൊണ്ട്, നിന്നെ കീർത്തനം പാടിക്കൊണ്ട്, നിന്നെ സേവിച്ചുകൊണ്ട്, നിന്നെ സ്നേഹിച്ചുകൊണ്ട് അവിടെ ആകെ പറന്നു നടക്കുന്നു. അങ്ങനെ അരയന്നക്കൂട്ടങ്ങളാകുന്ന ദേവതകൾ നിരന്തരം ഭജിക്കുന്ന, നിരന്തരം സ്തുതിക്കുന്ന, അല്ലയോ തില്ലൈ അമ്പലത്തിലെ ചിദംബരേശ, അങ്ങയെ ഞാനിതാ വണങ്ങുന്നു. അങ്ങയുടെ അരികിൽ വന്ന് അങ്ങയുടെ സമ്പൂർണ്ണ സമർപ്പണത്തിൽ ഞാൻ അങ്ങയുമായി സല്ലയനത്തിന് ആഗ്രഹിക്കുന്നു. എന്നെ അങ്ങയോട് ചേർക്കൂ ദേവ എന്ന് പറയണം. വീണ് കേണപേക്ഷിക്കണം. അല്ലയോ ദേവ, രോഗവും വാർദ്ധക്യവും മൂലം ഞാൻ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ഭഗവാനെ അങ്ങനെ സ്വീകരിക്കണോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് എന്നെ സ്വീകരിക്കുകയും പല്ലക്കിലേറ്റി, സ്വന്തം പല്ലക്കിലേറ്റി എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത അത്ഭുതകരമായ ആ സ്നേഹവായ്പിൻ്റെ മുമ്പിൽ, അയ്യോ ശിവഭഗവാനെ, ഞാൻ ഇന്നും അങ്ങയുടെ അടിമയായി വർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നായയോടൊത്തൊരു ജീവിതം നയിച്ച തന്നുടെ കഴൽ
നായത്തോരെന്നെ കൊണ്ട് തന്നുടെ കഴൽ വാഴ്ത്തി പാടിച്ച നായകനെ പ്രാകൃതനാകുമെൻ്റെ പിഴകൾ പൊറുക്കുവാൻ പെരുമയാർന്നവൻ്റെ ശ്രേയസില്ലാത്തോരെൻ്റെ സേവനം സ്വീകരിച്ച തായയ്ക്ക് തുല്യനാക്കും ഈശൻ്റെ അരികത്ത് ചേലുറ്റ വരിവണ്ടേ നീ ചെന്ന് പാടുക. അല്ലയോ വണ്ടേ നീ പാടുക. എന്താണ് പാടേണ്ടത്? നായത്തൊരു ജീവിതം നയിച്ച തന്നെ, നായയെപ്പോലെ നിസ്സാരമായൊരു ജീവിതം നയിച്ച എന്നെ തന്നുടെ കഴൽ വാഴ്ത്തി പാടിച്ച നായകനെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ പാദങ്ങളെ പാടി സ്തുതിക്കാൻ വേണ്ടിയുള്ള ശക്തി എനിക്ക് നൽകി. അല്ലയോ ഭഗവാൻ, നിസ്സാരരിൽ വെച്ച് നിസ്സാരനായ എനിക്ക് അങ്ങയുടെ പാദങ്ങളെ പാടി പുകഴ്ത്താനുള്ള കവിത്വ ശക്തി അങ്ങ് നൽകി. ആ മഹാകവിത്വ ശക്തിക്ക് മുമ്പിൽ ഞാൻ നമിക്കുന്നു. അത് അങ്ങ് നൽകിയ വരമാണ്, അങ്ങ് നൽകിയ അനുഗ്രഹമാണ്. എനിക്ക് ലഭിച്ച ആ കവിത്വ ശക്തി കൊണ്ട് അല്ലയോ ഭഗവാൻ, അങ്ങയുടെ പാദങ്ങളെ ഞാൻ വാഴ്ത്തി വാഴ്ത്തി പാടുന്നു. പിഴകൾ പൊറുക്കുവാൻ പെരുമയാർന്നവൻ്റെ ശ്രേയസില്ലാത്തവരെൻ്റെ സേവനം സ്വീകരിച്ചു. ശ്രേയസില്ലാത്ത, മംഗളകർമ്മങ്ങളൊന്നും ചെയ്യാത്ത, ശിവസേവ ചെയ്യാത്ത എൻ്റെ സേവനം അങ്ങ് സ്വീകരിച്ചല്ലോ എന്നാണ് പറയുന്നത്. തനിക്ക് കവിത എഴുതാനുള്ള മഹാശക്തിവിശേഷം നൽകി അനുഗ്രഹിച്ച അല്ലയോ ഭഗവാൻ, ഞാൻ എൻ്റെ വാക്കുകളാകുന്ന പൂക്കൾ കൊണ്ട് അങ്ങയെ നിരന്തരം അർച്ചിക്കുന്നു. അത്രയൊന്നും ശ്രേയസില്ലാത്ത, അത്രയൊന്നും മഹത്വമില്ലാത്ത, അത്രയൊന്നും ശ്രേഷ്ഠനല്ലാത്ത എൻ്റെ കവിത്വശക്തി കൊണ്ട് ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തുമ്പോൾ അങ്ങ് അതിൽ പുളകിതഗാത്രനായി തീർന്ന് എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. എൻ്റെ കവിതയിൽ അങ്ങ് പ്രീതനായി തീർന്നല്ലോ. ഈ തിരുവാചകം കേട്ടിട്ട് അങ്ങ് പ്രീതനായി എന്നെ അനുഗ്രഹിച്ചുവല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ തിരുവാചകം ഗാനാലാപനം കേട്ടിട്ട് ശിവഭഗവാൻ പോലും കോരിത്തരിക്കുകയും ആ ശിവഭഗവാൻ എനിക്ക് എല്ലാ ശ്രേയസ്സും നൽകുകയും ചെയ്തു. തായയ്ക്ക് തുല്യനാകും ഈശ്വരൻ്റെ അരികത്ത് ചേലുറ്റ വരിവണ്ടേ നീ ചെന്നുരുളുക. അല്ലയോ ചേലുറ്റ വരിവണ്ടേ, ശ്രേഷ്ഠനായ വണ്ടേ, നീ ശിവപാദങ്ങളിൽ ചെന്ന് ഈ ശിവകീർത്തനം ആലപിക്കൂ. ശിവൻ്റെ കീർത്തനങ്ങൾ നീ ആലപിക്കൂ. അങ്ങനെ ശിവൻ്റെ പ്രീതി സമ്പാദിക്കാൻ എന്നെ അനുഗ്രഹിക്കൂ. എനിക്ക് കവിത്വശക്തി നൽകി എൻ്റെ വാക്കുകൾ ശിവപൂജയാക്കി മാറ്റിയ അല്ലയോ ഭഗവാനെ, ഞാനിതാ അങ്ങയുടെ നിത്യദാസനാണ്. ഈ നിത്യദാസനെ സ്വീകരിച്ച് അങ്ങ് ആത്മസാക്ഷാത്കാരം നൽകിയാലും എന്ന് പറയണം. എന്നുടെ കൂറില്ലായ്മ ഞങ്ങളെ അറിഞ്ഞിടും, എന്നെ കൈക്കൊണ്ട് എല്ലാ ലോകമറിഞ്ഞിടും കാരുണ്യപ്രവാഹത്താൽ ഈശൻ തന്നെ കൂടെ ചേരുമാറാക്കിയെന്ന് കുളിരാർന്നിടും വണ്ണം ചേലുറ്റ വരിവണ്ടേ നീ ചെന്ന് മുരളുക. ഭഗവാൻ ശിവൻ എന്നെ അങ്ങയുടെ അരികത്തേക്ക് കൊണ്ടുവരികയും അങ്ങയുടെ സിംഹാസനത്തിൽ തന്നെ എന്നെ പിടിച്ചിരുത്തുകയും ചെയ്ത് എന്നെ ആലിംഗനം ചെയ്ത ആ മഹനീയ മുഹൂർത്തത്തെ ഞാനിതാ നിത്യസ്മൃതിയോടെ നിത്യവിസ്മയത്തോടെ ഞാനിത് ഓർക്കുന്നു. എന്നിടെ കൂറില്ലായ്മ ഞങ്ങളെ അറിഞ്ഞിടും, എന്നെ കൈക്കൊണ്ട് എല്ലാ ലോകരും അറിഞ്ഞിടും കാരുണ്യപ്രവാഹത്താൽ ഈശൻ താനെ എന്നെ ചേർത്ത് പിടിച്ചു. അപ്പോൾ ഈശ്വരൻ എന്നെ ചേർത്ത് പിടിച്ചത് എങ്ങനെയാണ്? എന്നോട് കൂറില്ലായ്മ, എനിക്ക് അത്രയൊന്നും ഭക്തി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അല്ലയോ ഭഗവാൻ, അങ്ങ് എന്നെ സ്വീകരിച്ചല്ലോ, എന്നെ കൈക്കൊണ്ടല്ലോ, എന്നെ ആൾക്കൊണ്ടല്ലോ. ലോകരറിഞ്ഞിടുന്ന മട്ടിൽ എന്നെ ശിവഭക്തനാക്കി മാറ്റിയല്ലോ. ഇന്ന് ലോകര് മുഴുവനും മാണിക്യവാചകരെ അറിയുന്നു. സ്നേഹത്തിൻ്റെ മഹാകാവ്യം രചിച്ച, ശിവസ്നേഹത്തിൻ്റെ മഹാ ഇതിഹാസം രചിച്ച മാണിക്യവാചകരെ ഇന്ന് ലോകം മുഴുവനും അറിയുന്നു. അങ്ങനെ ലോകം മുഴുവനും അറിയത്തക്ക വിധത്തിൽ എനിക്ക് പേരും പ്രശസ്തിയും നൽകിയ, എനിക്ക് ആത്മസാക്ഷാത്കാരം നൽകിയ അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഭഗവാൻ ശിവൻ, അങ്ങയുടെ മുമ്പിൽ ഞാൻ നിത്യദാസനാണ്.
ഉലകിൻ വിത്താകിലും അപ്പുറമിരിക്കുന്നോൻ മലരിൻ മണമേലും കൂന്തലാളാകും ദേവിയോട് ചേർന്ന് വന്നിട്ട് അരുള കേകിടുന്നവൻ. അപ്പോൾ ദേവിയോട് ചേർന്ന്, പാർവതീ ദേവിയോട് ചേർന്ന് എനിക്ക് അരുളേകി, എനിക്ക് അനുഗ്രഹം നൽകിയ അല്ലയോ ഭഗവാൻ, ഞാനിതാ നമിക്കുന്നു. ഉലകിൻ്റെ വിത്താണ് അങ്ങ്, അല്ലയോ ഭഗവാൻ, അങ്ങ് ഉലകിന് മുഴുവനും കാരണഭൂതനാണ്. അങ്ങനെ ലോകങ്ങൾക്കെല്ലാം കാരണഭൂതനായ, കാര്യകാരണങ്ങൾക്കെല്ലാം കാരണമായ അല്ലയോ ഭഗവാൻ, അങ്ങയുടെ മലരിൻ മണമേലും കൂന്തലാളാകും ദേവിയോടൊത്ത് അങ്ങ് ഇതാ എന്നെ വന്ന് സ്വീകരിക്കുന്നല്ലോ. എന്തൊരത്ഭുതമാണ്! അപ്പോൾ പാർവതീ ദേവിയോടൊത്ത് ശിവഭഗവാൻ എന്നെ വന്ന് സ്വീകരിക്കുന്നു. ഉലകിൻ്റെ വിത്തായ, ഉലകിന് മുഴുവനും ബീജമായ അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നെ സ്വീകരിച്ചല്ലോ. ഇതിൽ പരം ധന്യത ഇനി എനിക്ക് എന്ത് വേണം? അപ്പോൾ രോഗവും വാർദ്ധക്യവും വന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ മൃഗതുല്യമായ ജീവിതം നയിക്കുന്ന എന്നെ അങ്ങ് കയ്യാളിയല്ലോ, അങ്ങ് ആൾക്കൊണ്ടല്ലോ. ഈ ആൾക്കൊണ്ട ഭഗവാൻ എനിക്ക് എന്നും എൻ്റെ പിതാവും മുത്തച്ഛനും എൻ്റെ കാരണവരുമായി എന്നും ശോഭിക്കുന്നു. അപ്പോൾ എൻ്റെ പിതാവേ, എൻ്റെ മുത്തച്ഛ, ഞാനിതാ അങ്ങയുടെ അടിമയാണ്. ഈ അടിമയ്ക്ക് വേണ്ടി ഇനി അങ്ങാണ് എല്ലാം ചെയ്യേണ്ടത്. ഞാനൊരു യന്ത്രം മാത്രം. ഈ യന്ത്രത്തെ നടത്തേണ്ടത് അല്ലയോ ഭഗവാൻ അങ്ങയുടെ തൃക്കരങ്ങളാണ്. തൃച്ചേവടികളിൽ ഞാനിതാ എന്നേക്കുമായി അഭയം പ്രാപിക്കുന്നു. ഇനി ഞാൻ അങ്ങയെ വിട്ടുപോകില്ല. ഇനി ഞാൻ ഒരിക്കലും ശിവസ്മരണയിൽ നിന്ന് തെന്നി നടക്കുകയില്ല. മറ്റൊരു മാർഗത്തിലൂടെ ഞാൻ ഇനി സഞ്ചരിക്കില്ല. ഇനി ഞാൻ ശിവമാർഗത്തിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. ശിവസ്നേഹത്തിലൂടെ മാത്രമേ ഞാൻ ഇനി ചരിക്കുകയുള്ളൂ. ശിവസ്നേഹം ലോകത്തിന് മുഴുവൻ പകർന്നു കൊടുത്തുകൊണ്ട് ഞാനിതാ അങ്ങയുടെ നിത്യദാസനായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്നെ സ്വീകരിച്ചാലും എനിക്ക് അഭയം നൽകിയാലും അല്ലയോ ദേവദേവ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ പ്രവാഹത്തിൽ ഞാൻ മുങ്ങിക്കുളിച്ചാറാടുകയാണ്. ഈ ശിവസ്നേഹത്തെ ഞാൻ എല്ലാം മറന്നു പാടുന്നു. ഈ പാട്ട് കേട്ട ലോകരെല്ലാം എന്നെ സ്നേഹിക്കുന്നു, എന്നെ ആദരിക്കുന്നു. തിരുവാചകത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ലോകം മുഴുവനും എന്നെ സ്നേഹിച്ച് ആരാധിക്കുന്ന കാഴ്ച അല്ലയോ ഭഗവാൻ അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി തരികയാണ് ചെയ്തത്. അങ്ങയുടെ വാക്കുകളാണ് ഞാൻ പാടുന്നത്. അങ്ങയുടെ ദർശനമാണ് എൻ്റെ ദർശനം. അങ്ങയുടെ ജീവിതമാണ് എൻ്റെ ജീവിതം. അങ്ങും ഞാനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഭഗവാനെ രക്ഷിക്കണേ എന്നാണ് മാണിക്യവാചകർ ഈ വാക്കുകളിൽ തിരുവാചകത്തിൻ്റെ സത്യവചനത്തിൽ വെളിപ്പെടുത്തുന്ന സത്യം. ഓം ശിവായ നമഃ.